നമസ്കാരം, ഞാൻ ശ്രീകുട്ടി ശ്രീകുമാർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. കസേര പിടിക്കാൻ കരുനീക്കം. തലൈവിക്ക് പിൻഗാമിയാകാൻ കണക്കുകൂട്ടിയ രാഷ്ട്രീയ കരുനീക്കവുമായി തോഴി ശശികല. പാർട്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ ശശികല ഉന്നമിടുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തിനൊപ്പം മുഖ്യമന്ത്രി പദം കൂടിയെന്ന് വ്യക്തം. ജയലളിതയുടെ മണ്ഡലമായ RK നഗറിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ശശികല മത്സരിക്കുമെന്ന് നിഗമനം. പാർട്ടിയിൽ നേതൃസ്ഥാനം പിടിക്കാനും അതുവഴി പുതിയ തലൈവിയാകാനും തിരക്കഥയൊരുക്കുന്ന ശശികലയ്ക്കെതിരെ AIDMKയിൽ MLAമാരുടെ പടയൊരുക്കം. ശശികല ജയിച്ചു വന്നാൽ അവർക്കായി മുഖ്യമന്ത്രി പദം വച്ചൊഴിയേണ്ടി വരുമെന്ന പ്രതിസന്ധിയിൽ പനീർശെൽവം. അതിനിടെ ജയലളിതയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന സൂപ്പർ താരം അജിത് പാർട്ടി നേതൃപദവി ഏറ്റെടുക്കുമെന്ന അഭ്യൂഹം ശക്തം. വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിനും 2.5 വർഷം കഴിഞ്ഞുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിനും പാർട്ടിയെ സജ്ജമാക്കാൻ വേണ്ടത് താരപദവിയുള്ള നേതൃത്വം. 1/4 നൂറ്റാണ്ടുകാലത്തെ ഇടവേളയ്ക്ക് ശേഷം ശശികലയുടെ ഭർത്താവ് നടരാജന്റെ രംഗപ്രവേശനത്തിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളെന്ന് വ്യക്തം. 1991 ജയലളിത പുറത്താക്കിയ നടരാജൻ തിരികെ എത്തിയത് തലൈവിയുടെ സംസ്കാര ചടങ്ങിൽ. ഭർത്താവിനെ ഒപ്പം നിർത്തി പട നയിക്കാൻ തന്നെ കച്ചമുറുക്കി ശശികലയുടെ തീരുമാനം. മാസം തികയുന്ന പ്രതിസന്ധി. കറൻസി നിരോധനം ഇന്ന് 1 മാസം പിന്നിടുമ്പോൾ അവകാശവാദത്തിൽ ഉറച്ച് കേന്ദ്ര സർക്കാരും ആക്ഷേപങ്ങളുമായി പ്രതിപക്ഷവും. അസാധുവാക്കിയ നോട്ടുകളിൽ 80% ഇതിനകം ബാങ്കുകളിൽ തിരികെ എത്തിയതായി കണക്കുകൾ വ്യക്തമാക്കുമ്പോൾ കള്ളപ്പണം തടയാനുള്ള മോദിയുടെ മിന്നലാക്രമണം പൂർണ്ണഫലം കണ്ടില്ലെന്ന് തീർച്ച. നിരോധിക്കപ്പെട്ട 14.8 ലക്ഷം കോടി കറൻസിയിൽ 30 ദിവസത്തിനകം തിരികെ എത്തിയത് 11.85 ലക്ഷം കോടി. പഴയ നോട്ടുകൾ നിക്ഷേപിക്കാൻ ഇനിയും 3 ആഴ്ച ബാക്കിയുണ്ടെന്നിരിക്കെ 90% അധികം നോട്ടും മടങ്ങിയെത്തുമെന്ന് നിഗമനം. 3 ലക്ഷം കോടി രൂപ തിരിച്ചെത്തില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടൽ വെറുതെ. കറൻസി നിരോധനം വിവിധ മേഖലകളിൽ സാമ്പത്തിക മാന്ദ്യത്തിന് വഴിവെച്ചതിനാൽ ആഭ്യന്തര വളർച്ചാ നിരക്ക് കുറയുമെന്ന ആശങ്ക പങ്കുവച്ച് റിസർവ് ബാങ്ക്. പ്രതീക്ഷിച്ചിരുന്ന 7.6% പകരം വളർച്ചാ നിരക്ക് 7.1% ഒതുങ്ങുമെന്ന് മുന്നറിയിപ്പ്. വിടാതെ പ്രതിപക്ഷം. നോട്ട് പിൻവലിക്കലിൽ പ്രക്ഷോഭം കടുപ്പിച്ച് പ്രതിപക്ഷം. പാർലമെന്റിന് മുന്നിൽ നോട്ടീസും പോസ്റ്ററുകളുമായി MPമാരുടെ ധർണ. കേന്ദ്ര സർക്കാരിന്റേത് മണ്ടൻ തീരുമാനമെന്ന് രാഹുൽ ഗാന്ധി. വോട്ടെടുപ്പോടെയുള്ള ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറെന്നും കോൺഗ്രസ് ഉപാധ്യക്ഷൻ. നിലപാട് ചട്ടം മാറ്റിവെച്ച ചർച്ചയാകാമെന്ന സ്പീക്കറുടെ നിർദ്ദേശത്തിന് പിന്നാലെ. കനിവുകാത്ത് സഹകരണം. നോട്ട് നിരോധനത്തെ തുടർന്നുള്ള സഹകരണ മേഖലാ പ്രതിസന്ധിയിൽ ജില്ലാ ബാങ്കുകളുടെ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. നിരോധിച്ച നോട്ടുകൾ മാറ്റി നൽകുന്നതിനും സ്വീകരിക്കുന്നതിനും ജില്ലാ ബാങ്കുകൾക്ക് അനുമതി നിഷേധിച്ച കേന്ദ്ര നടപടി ഏകപക്ഷീയമെന്ന് ബാങ്കുകളുടെ സത്യവാങ്മൂലം. ജില്ലാ സഹകരണ ബാങ്കുകൾ KYC മാനദണ്ഡം പാലിക്കുന്നതായുള്ള വസ്തുത കേന്ദ്ര സർക്കാർ മറച്ചുവെച്ചു. സഹകരണ ബാങ്കുകളിൽ പരിശോധന നടത്തിയ നബാർഡിന്റെ വാർഷിക റിപ്പോർട്ടിൽ പൂർണ്ണ വിവരങ്ങളുണ്ട്. സഹകരണ ബാങ്കുകൾക്കുമേൽ സംസ്ഥാന സർക്കാരിനുള്ള അധികാരം RBI നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടെന്ന് സത്യവാങ്മൂലം. ആകാശ ദുരന്തത്തിൽ നടുങ്ങി. പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ വിമാനം തകർന്നു വീണ് മരിച്ച 48 പേരുടെയും മൃതദേഹം കണ്ടെടുത്തതായി സൈന്യം. ഇന്നലെ വൈകിട്ട് 3:30 അപകടത്തിൽ വിമാനത്തിലെ യാത്രക്കാരും ജീവനക്കാരുമടക്കം എല്ലാവരും കൊല്ലപ്പെടുകയായിരുന്നു. അപകടത്തിന് പിന്നിൽ എഞ്ചിൻ തകരാറെന്ന് പ്രാഥമിക നിഗമനം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.